നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീനാരായണ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ഗുരുദേവൻ്റെ പടം പോലും കാണാത്ത ഒരാളെ മലപ്പുറത്ത് നിന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തപ്പോൾ അത് ശരിയായില്ല. അത് ഇടതുപക്ഷമാണ് കൊണ്ടുവന്നത്. കൊല്ലം SNDP യോഗത്തിൻ്റെ ആസ്ഥാനം, SN ട്രസ്റ്റിൻ്റെ ആസ്ഥാനം, ഏറെ ഉള്ള ആ പ്രദേശത്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ എന്നെ ആദ്യ നിർത്ത ആരാണ്? കുഞ്ഞാലിക്കുട്ടിയാണ്. LDFൻ്റെ അല്ല UDFൻ്റെ കുഞ്ഞാലിക്കുട്ടി. ചന്ദ്ര എഡിറ്റോറിയൽ എഴുതില്ലേ? അപ്പോൾ അവരുടെ പ്രശ്നം വരുമ്പോൾ അവരെല്ലാം തന്നെ ഒന്നായി എന്നെ എതിർക്കുകയാണ്. അപ്പോൾ മതേതരവാദികളാണ് അവർ. ഈ മതേതരവാദികളെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്നിച്ചുകൂടുകയാണ് അവർ. എന്നിട്ട് എന്നെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഞാൻ വർഗീയത വളർത്തും. ഈ വർഗീയത ഇവിടെ പുലർത്തുന്നു പ്രചരിപ്പിക്കുന്നത് ആരാ? നിങ്ങൾ ആലോചിച്ചോ. അങ്ങനെ ഇത്ര മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ മലപ്പുറത്ത് ഇത്തരം ആളുകൾ 56% ബാക്കിയുള്ളവർ ഹിന്ദുക്കളൊക്കെ അവിടെ ഇല്ലേ? എത്ര പഞ്ചായത്ത് മെമ്പറുണ്ട് ഹിന്ദുക്കൾ? എത്ര ഈഴവുണ്ട് അവിടെ? ഒരു പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് എന്ത് ഇത്രയും 56% ഇല്ലല്ലോ. ബാക്കി 54%, 44% ഹിന്ദുക്കളുണ്ടല്ല. ഓരോ ഹിന്ദുവിനെങ്കിലും ഇവർ ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിൻ്റെ നാളെ വരെ നിർത്തിയിട്ടുണ്ട്. ഇത് കബളിപ്പിക്കലല്ലേ? പിന്നെ നിങ്ങൾ നടത്താമെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ ആരുടെ പേരും പറഞ്ഞില്ല. ഇവിടെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഇവിടെ 9 പേര് നോമിനേറ്റ് ചെയ്തു പാർലമെന്റിലേക്ക്. നോമിനേറ്റ് ചെയ്തപ്പോൾ അതിൽ 7 പേര് ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കുടുംബാളുമായിട്ട് ഇറങ്ങിയാരാണ്? ലീഗുകാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ന്യൂനപക്ഷങ്ങൾക്ക് 7 കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിലെ എല്ലാ വിഭാഗങ്ങളും റാവുത്തർ വരെ സംഘടന വരെ ഇറങ്ങിയിരിക്കുകയാണ്. നവോത്ഥാന സംരക്ഷണം, മൂല്യ സംരക്ഷണം, ഞാൻ രാജ്യങ്ങൾ ഇതാരുമല്ലല്ല എന്നെ കൊണ്ട് അവിടെ ഇരുത്തിയത്. പിണറായി വിജയൻ പറഞ്ഞിട്ടായിരിക്കുന്നത് ഇങ്ങനെ. അദ്ദേഹം പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പോകും. അവരെല്ലാം ഞാൻ രാജിവെക്കുന്നു, ഞാൻ രാജിവെക്കുമെന്ന് പറയാൻ ഇവരെല്ലാം എന്നെ അവിടെ കൊണ്ടുവരുത്തിയത്. അപ്പോൾ അതിനെല്ലാം അവർ ഒന്നായി നിന്നു. കാരണം 5 MLA MP ആരാണ്? ഒറ്റ സമുദായം, 2 ക്രിസ്ത്യാനി, 5 മുസ്ലിം. അവിടെ പോലും മതേതരം പറയുന്നവർക്ക് ഒരു ഹിന്ദുവായ അല്ലെങ്കിൽ ഈ പിന്നോക്കക്കാരനെ ഒരാളെ പോലും പറയാൻ ഇവർക്ക് ആർക്കും ന്യൂനപക്ഷങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. അതാണ് രണ്ടാമത്തെ ഒരു ആക്രമണം. മൂന്നാമത്തതാണ് ഇപ്പോൾ ഒന്നല്ല, ഇപ്പം എൻ്റെ നേരെ ആക്രമിക്കുന്നത് മൂന്നാമത്തതാണ്. ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ഞാനവർ പറഞ്ഞു കേട്ടില്ല. അവരുടെ കൂടെ ഞാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പുണ്യവാളനാണ്, മതേതരവാദിയാണ്, മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞ് എന്നെ കൊണ്ടുനടന്നതല്ലേ അങ്ങനെ ഒരുപാട് നാൾ. ഈ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് നേർക്കുന്നത്? ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ വിരോധം പറഞ്ഞത്? ഒരു സാമൂഹ്യ നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞു. സത്യമല്ലേ? രാഷ്ട്രീയ നീതിയില്ല, വിദ്യാഭ്യാസ നീതിയില്ല, സാമ്പത്തിക നീതിയില്ല. ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നവർ പറയട്ടെ. എന്നിട്ട് ഓരോ ചാനലുകാരും അവരെല്ലാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചാനലിൽ നിന്ന് ഞാൻ രാവിലെ കണ്ടതാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട എന്നെ എതിർക്കുന്ന സമുദായത്തിൽപ്പെട്ട ആളെ മാത്രം കണ്ടുകൊണ്ട് അവർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് എന്നെ ചീത്ത പറയിപ്പിക്കുന്നു. എല്ലാവരും പാലിച്ച് ചെയ്തെങ്കിലും പറയിപ്പിക്കണ്ടേ? മുസ്ലിങ്ങളോട് തന്നെ ചോദിച്ചു, എന്നോട് വിരോധമുള്ള അവരോട് തന്നെ ചോദിച്ച് എൻ്റെ പേര് എന്നെ കേസെടുക്കാൻ ഞാൻ എന്നെ ഉണ്ടാക്കിയിട്ടാണ്. ഞാനൊരു സമുദായത്തിന് എതിർത്തില്ല, മുസ്ലിമിനെ ഞാൻ എതിർത്തില്ല, അവരോടൊരു വിദ്വേഷം പറഞ്ഞില്ല. ഒരു വിദ്വേഷം ഒരു സമുദായത്തോടും പറയാതെ മലപ്പുറം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സമുദായത്തിന് സംസ്ഥാനമാക്കി വെച്ചോണ്ടിരിക്കുക എന്ന് പറയാം. നിങ്ങൾ അന്ന് ആലോചിച്ചു, അവിടെ നമ്മുടെ ആളുകൾക്ക് ഒരു ശ്മശാനമേ വെട്ടിച്ചൂടാൻ പോലുള്ള അവസ്ഥയില്ല. നിങ്ങൾക്കറിയാമോ? അടിമകളാണ് അവിടെ നമ്മൾ. എന്തുകൊണ്ട് നമുക്ക് ഉടമകളാകാൻ സാധിക്കുന്നില്ല? കാരണം നമ്മുടെ തന്നെ കുറവാണെന്ന് ഞാൻ അവിടെ പറഞ്ഞു. മറ്റുള്ളവർ ഒന്നായി നിൽക്കുന്നു, അവരൊന്നായി നിന്ന് നന്നായി. നമുക്കെന്തുകൊണ്ട് ഒന്നായി കൂടാ എന്ന് പറഞ്ഞാൽ വർഗീയതയാണോ അത്? അവിടെയെല്ലാം ലീഗ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ മഹാഭൂരിപക്ഷമുള്ള ഇപ്പുറയുള്ള ആളുകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നില്ല, ഛിന്ന ഭിന്നമായി നിൽക്കുന്നു.
ചിന്ന ഭിന്നമാക്കുവാൻ നമ്മളെല്ലാം സാധിക്കൂ, വേറെ എവിടെയും സാധിക്കുമോ? ഇതെല്ലാം ഞാൻ തുറന്നു പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാണ്. ഞാൻ സാമൂഹ്യ നീതിക്ക് വേണ്ടി പറയുന്ന വാക്കുകളല്ലാതെ ഞാൻ ഒരു മുസ്ലിം വിരോധിയിൽ എന്നെ മുസ്ലിം വിരോധിയാക്കി ആണിയടിക്കുകയാണ്. എന്തിന്? എൻ്റെ കോലം കത്തിച്ചു. അവർ വിചാരിച്ച എന്നെ പോലും കത്തിക്കാൻ സാധിക്കും, കത്തിച്ചോട്ടെ, ഞാൻ തയ്യാർ. എൻ്റെ കോലം എന്തിനു കത്തിക്കുന്നു? എന്നെ കത്തിയിരിക്കും. അതുകൊണ്ട് അവർക്ക് ആത്മസംതൃപ്തി അടയാൻ സാധിക്കുമെങ്കിൽ അതാകട്ടെ, അതിന് ഞാൻ തയ്യാറാണ്. 88 വയസ്സായില്ല ഞാൻ. ഇനി എത്ര കാലം ഞാൻ ജീവിക്കുമെന്ന് ആരും ഉറപ്പ് ആർക്കും കൊടുത്തിട്ടില്ല. എപ്പോഴും ഏതിന് ഞാൻ തയ്യാറാണ്. പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു വാക്ക് പോലും പിൻവലിക്കാൻ തയ്യാറല്ല. ആരുമായിട്ടും പ്രകോപിപ്പിക്കാനില്ല. മതസൗഹാർദ്ദമാണ് നമ്മുടെ ലക്ഷ്യം. മതവിദ്വേഷം ഒരിക്കലും ഞങ്ങളുടെ മുദ്രാവാക്യമല്ല, SNDP യോഗത്തിൻ്റെ മുദ്രാവാക്യമല്ല. ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സോദരത്തിന്, ആ സോദര ചിന്തയിൽ നിന്നുകൊണ്ട് എന്നും SNDP യോഗം പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ ആ സോദര ചിന്തയെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മളെല്ലാം സോദര സോദര എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് സോദര എന്ന് വിളിക്കുവാനുള്ള ഒരു ശബ്ദം പോലും കേൾക്കാതെ നമുക്ക് കിട്ടപ്പെട്ട അവകാശങ്ങൾ കൂടി കവർന്നെടുത്തുകൊണ്ട് നമ്മളെല്ലാം നിരാധരായി നിരാശരായി അധികാരങ്ങളിൽ നിന്നെല്ലാം ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം മലപ്പുറത്തുണ്ടായാൽ അത് ഞാൻ തുറന്നു പറഞ്ഞ ജാതിയല്ല, നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു യാചനയാണ്, ഒരു അപേക്ഷയാണ്. ഇത് നിങ്ങൾ കാണണം. അത് നീതി നിഷേധിക്കപ്പെട്ട അവിടുത്തെ സംഘടിത മതശക്തികളായ ലീഗുകാർ, അവിടുത്തെ എത്രയോ നല്ല മുസ്ലിംസ് ഉണ്ട്. ഞാൻ എൻ്റെ പ്രസ്താവന കേട്ട ശേഷം മുസ്ലിങ്ങളിലെ ചില ആളുകൾ എന്നെ വിളിച്ച്, ചേട്ടനെ ഞങ്ങൾക്കറിയാം, ചേട്ടൻ പറഞ്ഞ വളരെ ശരിയാണ്, പക്ഷെ അത് ശരിയാണെന്ന് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ തല പോകും, എനിക്ക് പറയാനൊക്കത്തില്ല. എത്രയോ നല്ല ആളുകളകത്തുണ്ട് ലീഗിന്, മുസ്ലിങ്ങളിൽ. പക്ഷെ ലീഗിൽ നിന്നൊരു നീതി കിട്ടുന്നുണ്ടോ നമുക്ക്? അവരധികാരത്തിൽ കയറിയിട്ട് നമുക്ക് എന്ത് തന്നു? ഒന്നിച്ചു പോയതല്ലേ. ഇതെല്ലാം തുറന്നു പറയുമ്പോൾ അധികാരം നഷ്ടപ്പെട്ടവരടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ടുകൊണ്ട് സമുദായത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല, എല്ലാവരുടെയും കൂടെ സാമ്രാജ്യമാണ്. 56% അവരുണ്ട് എന്നുള്ളതിൽ അവർ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ വരുന്ന മറ്റ് 44% അടിച്ചമർത്തിക്കൊണ്ട് എല്ലാം 56% മേധാവിത്വം സൃഷ്ടിച്ചു കൊണ്ടുപോകുന്നത് എപ്പോഴും നല്ലതല്ല. അപ്പോഴാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. ജാതി ചിന്ത ഉണ്ടാകുന്നത് എന്താണ്? നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. ഈ ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലാവർക്കും തുല്യ നീതി ജനസംഖ്യ ആനുപാതികമായി മലപ്പുറത്തായാലും ആലപ്പുഴ ആയാലും കൊടുക്കണം. ഇവിടെ തന്നെ കണ്ടില്ലേ, ഒരു MLA മുസ്ലിമല്ലേ? ആലപ്പുഴ മഹാഭൂരിപക്ഷം ഈഴവർക്കുള്ള ഇവിടെ ഒരു MP മുസ്ലിം ആയിരുന്നില്ലേ? നമുക്ക് ആർക്കെങ്കിലും അതിന് എതിർപ്പ് വന്നിട്ടുണ്ടോ? നമ്മൾ അതിന് എതിർപ്പെല്ലാം പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ സംസ്കാരം മലപ്പുറത്ത് മുസ്ലിംസ് സ്വീകരിച്ചൂടാ? ഈ പറഞ്ഞ SNDPക്കാർക്ക് എന്തുമാത്രം SNDPക്കാരവിടെ ഉണ്ട്, ഈഴവരവിടെ ഉണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ 10 കൊടുത്തുകൂടെ? അപ്പോൾ മഹാഭൂരിപക്ഷമുള്ള 5 നിയോജകമുണ്ട്, ഹിന്ദു ഭൂരിപക്ഷമുള്ളതുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു പാട്ടിലെങ്കിലും ലീഗ് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിനെ നിർത്തിക്കൂടെ? ഇതൊക്കെ പറയുമ്പോൾ മതവിദ്വേഷത്തിന്, മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടാണ്. എന്നും നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ ജാതി ചിന്ത ഉണ്ടാകും. ആ ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്ത് നമ്മളെല്ലാം എല്ലാവർക്കും തുല്യനീതി, മതേതരത്വം വാക്കലിങ്ങനെ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. ലീഗ് എന്ന് പറയുന്നത് മതപാർട്ടിയാണ് എന്ന കാര്യം യാതൊരു സംശയമില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്ടിക്കാരെയും കൂടി ഇന്നലെ വരെ മതപാർട്ടി എന്ന് പറഞ്ഞതുവരെ പാർട്ടിയെ കൂടി ഇന്ന് ഒരു മതേതര പാർട്ടിയാണെന്ന് എന്നുകൊണ്ട് വിളിപ്പിക്കാൻ അവരെ സാധിച്ചു എന്നുള്ളത് അവരുടെ ശക്തിയാണ്. ഇന്നലെ എത്രയോ പറഞ്ഞ ആളുകളുണ്ട് ഇതൊരു മതപാർട്ടിയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിം കൂട്ടായ്മ എന്നാണ്. ആ കൂട്ടായ്മ നല്ല തന്നെ, അവരുടെ കാര്യത്തിൽ ഒന്നായി എങ്കിൽ അവർ നന്നാവും. പക്ഷെ അത് മുസ്ലിങ്ങളുടെ കൂട്ടായ്മയാണ്. അതിനകത്ത് മതേതരം ഇല്ല. മതേതരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു MLA അവർ നിർത്തട്ടെ, ഒരു MP അവർ നിർത്തട്ടെ, ഒരു 10 പഞ്ചായത്ത് മെമ്പർമാരെ നിർത്തട്ടെ. ഇതൊന്നും കാണുന്നില്ല. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ വർഗീയവാദിയും അവരെല്ലാം മിതവാദികളുമാണെന്ന് പറയുന്നത് ശരിയല്ല.
അതുകൊണ്ട് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, ഞാൻ ഒരിക്കലും മതവിദ്വേഷമില്ല, ഒരു മതത്തോടൊന്നുമില്ല. ഞാൻ ക്രിസ്ത്യൻ സമുദായത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അവരാരും ചാടിക്കൊത്താൻ വന്നിട്ടില്ലല്ലോ. ഇവിടെ പിന്നോക്ക സമുദായം ഞങ്ങൾക്ക് തരാതിരുന്നപ്പോഴും പിന്നെ ഇവിടെ PJ ജോസഫെല്ലാം അധികാരത്തിരുന്നപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യാനി സമൂഹം പതിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിലൊരു ക്രിസ്ത്യാനിയും ചാടിക്കടിക്കാൻ വന്നിട്ടില്ല. ഇവർ മാത്രം എന്താ ഇങ്ങനെ വരണത്? ശരിയല്ല, കാണിക്കുന്നത് ശരിയല്ല.